ഹായ് ഹലോ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന കൂടാതെ ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു സ്നാക്കിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. നമ്മളിത് ഗോതമ്പ് പൊടിയും നമ്മൾ അവിലും വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങളും ഒന്നും ആവശ്യമില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ഒരു കപ്പ് അവിലെടുക്കാം കേട്ടോ. ആ ഒരു കപ്പ് അവിൽ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അവിലിൻ്റെ ആ ഒരു പച്ച മണം മാറി അവിൽ നന്നായിട്ടൊന്ന് കളർ മാറി നല്ല ക്രിസ്പി ആയിട്ട് വരണം. ഒരു ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ എടുക്കുന്ന ആ ഒരു പാകത്തിന് വേണം കേട്ടോ നമ്മൾ അവിൽ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് അവിലൊക്കെ വറുത്തെടുത്തിട്ട് ഈ ഒരു പാകത്തിനാക്കി എടുത്തിട്ടുണ്ട്. കളറൊക്കെ മാറിയിട്ടുണ്ട്, ആ ഒരു പച്ച മണമൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരുപാട് കളർ മാറ്റിയെടുക്കേണ്ട, പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതുപോലെ ഒരു പാത്രത്തിലേക്ക് അവിൽ മാറ്റി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാം. വെള്ളം ഉരുക്കിയിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് അതിനെ ഉരുക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കാം. ഇനി അതും അല്ലെങ്കിൽ ഇതുപോലെ പഞ്ചസാര ചേർത്താലും മതി കേട്ടോ. അപ്പം നിങ്ങളെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2-3 ടീസ്പൂൺ പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മളെ തേങ്ങയാണ്. 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പം 1 കപ്പ് അവിലല്ലേ എടുത്തിട്ടുള്ളത്, അതിന് 1/2 കപ്പ് തേങ്ങയാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് 2 ഏലക്കായും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഏലക്കായും തേങ്ങയും പഞ്ചസാരയും അവിലൊക്കെ കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം ഉരുക്കി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, പഞ്ചസാരയ്ക്ക് പകരം നമ്മൾ വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ വെള്ളത്തിൽ മാത്രം ഉരുക്കിയെടുത്താൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവിലൊക്കെ ആകെ അങ്ങ് നനഞ്ഞ് കുതിർന്ന് പോകും. അല്ലാന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതായിരിക്കും ഒന്നുകൂടി നല്ലത്. അപ്പോൾ ഇപ്പം നമ്മളിതാ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ടാ ഈ ഒരു പാകത്തിന് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് ഗോതമ്പ് പൊടിയാട്ടോ. അപ്പോൾ നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല കേട്ടോ. അതിലേക്ക് ഇപ്പോൾ 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് 1/2 ടീസ്പൂണോളം ഗീ ആട്ടോ, പശു നെയ്യില്ലേ നമ്മളെ, അത് 1/2 kg, അതും കൂടി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. നമ്മൾ ദോശമാവിൻ്റെ ആ ഒരു പാകത്തിനാകാനും പാടില്ല, എന്നാൽ ചപ്പാത്തി മാവ് പോലെ നല്ല ടൈറ്റായിട്ട് കുഴച്ചെടുക്കാനും പാടില്ല കേട്ടോ. രണ്ടിനെയും നടുവിൽ കിടക്കുന്ന രീതിക്ക് വേണം നമ്മളിത് മിക്സ് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാനുള്ള പാകത്തിന്, നമുക്ക് കൈ വെച്ച് തന്നെ ഒന്ന് പരത്തിയെടുക്കാനുള്ള പാകത്തിനുള്ള വെള്ളമാക്കിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ലൂസാകാനും പാടില്ല, ലൂസായി കഴിഞ്ഞാൽ നമുക്കിത് ഇലയിലൊക്കെ വെച്ചിട്ട് പരത്തിയെടുക്കുന്ന സമയത്ത് അതങ്ങ് ഒലിച്ച് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പാകത്തിന് ഈ ഒരു രീതിക്ക് വേണം കേട്ടോ നമ്മളിത് മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് വെള്ളവും ആകാൻ പാടില്ല, എന്നാൽ നല്ല കട്ടിയിലും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ഈ ഒരു രീതിക്ക് നമ്മൾ നന്നായിട്ട് ഇതിനെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഗോതമ്പ് പൊടിക്ക് പകരം മൈദ വേണമെങ്കിൽ മൈദയും ചേർത്തിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒന്നുകൂടി ഒന്ന് ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി എടുത്താൽ മതി. മൈദ ആകുമ്പം ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മളിതാ ഒരു വാഴയില എടുത്തിട്ടുണ്ട്. വാഴയിലിൻ്റെ മുകളിലേക്ക് എണ്ണ ഒന്നും ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ കുറച്ച് മാവ് എടുത്തിട്ട് അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ ചെയ്യാൻ. കൈ വെച്ച് തന്നെ ചെയ്താൽ മതി. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നൈസായിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. അധികം തടി വേണ്ട, തടിയില്ലാതെ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ നൈസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ടൊന്ന് പരത്തിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ചിട്ടുള്ള നമ്മളെ അവിലുണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. നല്ല നൈസാക്കിയിട്ട് പരത്തിയെടുക്കുക കേട്ടോ. തടിയില്ലാതെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മളിത് അവിൽ കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്ത് എല്ലാ ഭാഗത്തായിട്ടും നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു ഭാഗം ഒന്ന് മടക്കി വെച്ചിട്ട് നമ്മൾ സാധാരണ അടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, അതുപോലെ ചെയ്തിട്ട് നമ്മൾ ആവി കെട്ടുന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് വേവിച്ചിട്ടെടുക്കാം കേട്ടോ. നിറയെ ഇട്ട് കൊടുക്കാം കേട്ടോ, നിറയെ തന്നെ ഇട്ട് കൊടുക്കാം. എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മധുരമൊക്കെ നിങ്ങളെ അളവിനനുസരിച്ചിട്ടാണ്. പഞ്ചസാര ആയാലും നമ്മൾ വെള്ളം ചേർക്കുന്നതാണെങ്കിലൊക്കെ നിങ്ങളെ അളവിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതൊന്ന് ഇതുപോലെ ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നമ്മൾ ആവി കയറ്റുന്ന ആ ഒരു പാത്രത്തിലേക്ക് വെച്ചെടുക്കാം കേട്ടോ. ഇഡ്ഡലി ചെമ്പായാലും കുഴപ്പമൊന്നുമില്ല. അതിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ്, 5-6 മിനിറ്റ് മാത്രം മതിയാവും. ആ ഒരു സമയം കൊണ്ട് തന്നെ അടിപൊളിയായിട്ട് ഇത് വെന്ത് കിട്ടും കേട്ടോ. നമ്മൾ നല്ല നൈസായിട്ട് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ കുക്കായിട്ട് വരുവേ. അപ്പോൾ നന്നായി വെന്ത് വന്നതിന് ശേഷം ഞാൻ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റിന് ശേഷമായിട്ട് ഇത് തുറന്ന് നോക്കുന്നത്.
അപ്പോൾ ഇതാട്ടോ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് വായിൽ നിന്ന് വിട്ട് വരുന്ന ഈ ഒരു പാകമാണ്. നമുക്കിതാ ഈ ഒരു രീതിക്ക് വേണം ഇത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സംഭവം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ വേറൊരു പാത്രത്തിലേക്ക് ഇതൊക്കെ അങ്ങ് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നമ്മൾ അവിലട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നോമ്പിനൊക്കെ ഇഫ്താറിൻ്റെ സമയത്ത് നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ്. സിമ്പിൾ മാത്രമല്ല, എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന കടിനേക്കാളും നല്ലത് ഇതുപോലൊന്ന് ആവിൽ വേവിച്ചെടുക്കുന്ന കടികളല്ലേ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ.